എൻ്റെ പേര് രേഷ്മ. ഞാൻ ഓസ്ട്രേലിയയിലെ ഇപ്സ്വിച്ച് എന്ന സ്ഥലത്തെ ആവേ മരിയ എന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം ഓൺലൈൻ ഉടമ്പടിയിലൂടെയാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി 7, 2023 എൻ്റെ ഓൺലൈൻ ഉടമ്പടിയിലൂടെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിലെനിക്ക് കിട്ടിയ ഒരു ജോലിയായിരുന്നു ക്ലിനിക്കൽ നഴ്സ് ഓസ്ട്രേലിയയിൽ. ആ ജോലിയിൽ ഒരു മാറ്റം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ് എനിക്ക് അതിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ തന്നു. ആ ജോലിയിൽ നിന്ന് നഴ്സ് യൂണിറ്റ് മാനേജറായിട്ടും ക്ലിനിക്കൽ ഫെസിലിറ്റേറ്റർ എന്ന ജോലിയിലേക്കും ഒരു ആ ഡ്യൂട്ടി മറ്റുള്ളവർ ലീവിന് പോകുമ്പോൾ ആ ഡ്യൂട്ടി കവർ ചെയ്യാനുള്ള അവസരം എനിക്ക് ഇൻ്റർവ്യൂ ഇല്ലാതെ ലഭിച്ചു. അതിന് മാതാവിന് ഞാൻ നന്ദി പറയുന്നു. അത് ഉടമ്പടിയിലൂടെയാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ യൂണിറ്റ് മാനേജറായിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ ഓസ്ട്രേലിയയിലെ ഒരു വ്യക്തിയുമായിട്ട് എനിക്കൊരു വലിയൊരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ ഉണ്ടായി. ആ വ്യക്തി ഓസ്ട്രേലിയനായിരുന്നു, അവരൊരു ഇംഗ്ലീഷുകാരിയാണ്. നമ്മളുടെ ഒരു സാഹചര്യം അനുസരിച്ച് അവരെ എതിർത്ത് നിൽക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ആ ഡ്യൂട്ടിയിൽ ലീവിന് പോയ എൻ്റെ അമ്മനെ നമ്മൾ കവർ ചെയ്യുന്നതുകൊണ്ടും നമ്മൾക്ക് ആ സാഹചര്യം കുറവായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട് ഇംഗ്ലീഷുകാരുടെ ഭാഗത്തുനിന്ന്. എനിക്കാണെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. മലയാളികൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അന്ന് സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവർ വളരെ ഒരു പ്രത്യേക ഒരു പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തിയായിരുന്നു. എല്ലാവരെയും ബുള്ളി ചെയ്യും, സ്റ്റാഫിനെ ഹരാസ് ചെയ്യും. സ്റ്റാഫിന് ആ ജോലിക്ക് വരണമെന്ന് തന്നെയില്ല, അവിടെ ഡ്യൂട്ടിക്ക് വരാൻ അവർക്ക് താല്പര്യം ഇല്ലാതായിപ്പോയി. ഞങ്ങളുടെ വാർഡിൽ 2 കൊല്ലമായിട്ട് ഞങ്ങൾ ഈ വ്യക്തിയെ സഹിച്ചുകൊണ്ട് ആ വാർഡിൽ ജീവിക്കുമായിരുന്നു. എല്ലാവരും ഡ്യൂട്ടി എടുക്കുന്നു, വീട്ടിൽ പോകുന്നു, കരയുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ. അങ്ങനെ ആയപ്പോൾ ആ സമയത്ത് ഞാൻ മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിച്ചു. ഈ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2 പേര് ഈ വ്യക്തിക്കെതിരെ കംപ്ലയിൻറ്റ് എഴുതി തരാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ കൂടെ ഞാൻ ആ കംപ്ലയിൻറ്റ് ഡയറക്ടർ ഓഫ് നഴ്സിങ്ങിന് എസ്കലേറ്റ് ചെയ്യുകയും ആ വ്യക്തിക്കെതിരെ അവർ ആക്ഷൻ എടുക്കുകയും ആ വ്യക്തിയെ മീറ്റിങ്ങിൽ വിളിക്കുകയും ചെയ്തു. എനിക്കും അവരായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ ഉപ്പ് ആ റൂമിൽ മൊത്തം വെതറി ആ വ്യക്തിയെ ഞാൻ മീറ്റിങ്ങിന് വിളിച്ചു. കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അവർക്ക് മനസ്സിലായി അവരുടെ സ്വഭാവത്തിനുള്ള വ്യത്യാസങ്ങൾ, സ്റ്റാഫിന് അതിന് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അവരെ ബോധ്യപ്പെടുത്താൻ ഈശോയുടെയും മാതാവിൻ്റെയും സഹായത്തോടെ എനിക്ക് സാധിച്ചു. മാതാവിനും ഈശോയ്ക്കും ഞാൻ ഈ കാര്യത്തിൽ നന്ദി പറയുന്നു. ഇപ്പോൾ അവരുടെ സ്വഭാവത്തിൽ വലിയൊരു വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭംഗിയായിട്ട് അവിടെ ജോലിയെടുക്കാനും ഒരു പ്രശ്നങ്ങളും ഇല്ല. അവർ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നു. അവരെല്ലാവരോടും മാപ്പ് ചോദിക്കുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. മാതാവിന് ഈ കാര്യത്തിൽ നന്ദി പറയുന്നു. എൻ്റെ കഴിഞ്ഞ ഉടമ്പടിയിൽ ഞാൻ വെച്ച ഒരു കാര്യമാണ് ഞങ്ങൾക്കൊരു വീട് വേണമെന്ന്. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ റെൻ്റൽ വീട്ടിലാണ് താമസിക്കുന്നത്. മാതാവ് ഞങ്ങൾക്ക് 2 നിലയായിട്ടുള്ള ഒരു വീടും അതിനുള്ളിലുള്ള എല്ലാ ഫർണിച്ചേഴ്സും എല്ലാ കണ്ടൻസും മാതാവ് തന്നെ മുൻപിൽ നിന്നാണ് ഞങ്ങൾക്ക് ഓർഗനൈസ് ചെയ്ത് തന്നത്. ഓസ്ട്രേലിയയിൽ ഓരോ കാര്യങ്ങളും ചെയ്യാനും വളരെ പാടാണ്, ആളുകളെ കിട്ടാനൊക്കെ. പക്ഷേ മാതാവ് തന്നെ മുൻകൈ എടുത്ത് എല്ലാം ഓർഗനൈസ് ചെയ്ത് വളരെ തുച്ഛമായ ചിലവിൽ തന്നെ ഞങ്ങൾക്ക് ആ വീടിൻ്റെ പണി പൂർത്തിയാക്കി തന്നു. ഹോം ഓഫ് ഗ്രേസ് എന്നാണ് ഞങ്ങൾ വീടിന് പേര് നൽകിയിരിക്കുന്ന. മാതാവിനും ഈശോയ്ക്കുള്ള നന്ദി സൂചകമായിട്ട്. രണ്ടാമതായിട്ട് ഞങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന കാറ്, അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുകയും കാറ് ലീക്കാവുകയും ചെയ്തു. ഞങ്ങൾക്കത് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം കാർ 5 കൊല്ലമായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിട്ടേ ഉള്ളൂ. ഞാൻ മാതാവിന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. മാതാവേ, ഞങ്ങൾക്ക് വേറൊരു കാറ് വേണം, ഞങ്ങൾക്ക് പൈസയില്ലാന്ന്. പക്ഷേ മാതാവ് തരുമ്പോൾ ദ ബെസ്റ്റ് നമുക്ക് തരുമല്ലോ. അപ്പം മാതാവ് ഞങ്ങൾക്ക് തന്നത് ഒരു മെഴ്സിഡീസ് ബെൻസ് എന്നുള്ള കാറാണ്. ഞങ്ങൾക്കത് കിട്ടാനായിട്ട് ഒരു യോഗ്യതയുമില്ല. സിൽവർ ഗ്രേ കളറാണ് ആ കാറിൻ്റെ. ഞങ്ങൾ ആ കാറിന് അവർ ലേഡി എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതും മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ച ഒരു അനുഗ്രഹമാണ്. പിന്നെ ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നാം. ഞങ്ങൾക്കൊരു പട്ടിയുണ്ട്. ആ പട്ടിയെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഞങ്ങളെപ്പോഴും പട്ടീനെ പിന്നാലെ നടക്കുകയും പട്ടീനെ എപ്പോഴും നമ്മൾ ഭയങ്കര അറ്റൻഷൻ സീക്കിംഗ് ആണ്. ഞങ്ങൾ മടുത്തു ആ പട്ടിയെ കൊണ്ട്. 2 പിള്ളേരും പട്ടീനെ ഞങ്ങൾ മേടിക്കണമെന്ന് വിചാരിച്ച് മേടിച്ചതല്ല. പിള്ളേർ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് അവരെ ഡിസ്ട്രാക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ മേടിച്ചതാണ്. പക്ഷേ ഈ പട്ടീനെ വീട്ടിൽ കൊണ്ടുവന്ന് ഹസ്ബൻഡ് പറഞ്ഞു നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല, ഇവന് എപ്പോഴും നമ്മൾ അറ്റൻഷൻ കൊടുക്കണം, നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ബാർക്കിംഗ് ആണ്, നമുക്ക് വിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കും സങ്കടമായി. അവനൊരു ഫാമിലി മെമ്പറാണ്, നമ്മൾക്ക് അവനെ വിൽക്കാനായിട്ട് തോന്നുന്നുമില്ല. അപ്പോൾ ഞാനത് നമുക്ക് മാതാവുണ്ടല്ലോ, മാതാവിൻ്റെ സന്നിധിയിൽ ഞാൻ ആ കാര്യം സമർപ്പിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ.
ഞാനത് സമർപ്പിച്ചു, പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് ഞങ്ങൾക്ക് വേറൊരു ഡോഗിനെ, അതാണ് മാതാവിൻ്റെ സൊല്യൂഷനായിട്ട് എനിക്ക് കിട്ടിയത്, വേറൊരു ഡോഗിനെ മേടിക്കാനായിട്ട് ഞങ്ങൾക്കൊരു അവസരം ഉണ്ടായി. ഞങ്ങൾക്ക് വലിയ പൈസയൊന്നും കൊടുക്കേണ്ടി വന്നില്ല. ആ ഡോഗ് വന്ന് രണ്ടുപേരും ഒരുമിച്ച്, ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് അവന് ഒരു അറ്റൻഷനും നമ്മൾ കൊടുക്കണ്ട, അവർ രണ്ടുപേരും കൂട്ടായിട്ട് നടക്കുന്നു. ഈ ഡോഗ് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ മുമ്പ് പരിചയമുള്ള പോലെയാണ് അവൻ ഞങ്ങളോട് പെരുമാറുന്നത്, പറഞ്ഞതെല്ലാം അനുസരിക്കുകയും ഞങ്ങളോട് കൂട്ടായിട്ട്, ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ ആയ ഒരു ഡോഗ് പോലെ. അതാണ് പറയുന്നത്, മാതാവ് തരുമ്പോൾ ദ ബെസ്റ്റാണ് നമുക്ക് തരുന്നത്. അപ്പം ഞങ്ങൾക്കത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെ ലഭിച്ച ഒരു അനുഗ്രഹമാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ലഭിച്ച അനുഗ്രഹങ്ങൾ, ഹസ്ബൻഡ് കൂടെ ഉടമ്പടി എടുത്തതാണ്. ഹസ്ബൻഡിന് ഒരു ജോബ് ഇൻ്റർവ്യൂ 2-3 തവണ ഹസ്ബൻഡ് ജോബ് ഇൻ്റർവ്യൂവിൽ ഫെയിലായി. പുള്ളിക്ക് ഇൻ്റർവ്യൂവിൽ ഇംഗ്ലീഷിൽ കുറച്ച് പ്രാവീണ്യം കുറവായതുകൊണ്ട് പുള്ളിക്ക് ഇൻ്റർവ്യൂസ് പാടാണ്. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് ഒരു ജോലി കിട്ടണം എന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, എൻ്റെ ഹസ്ബൻഡിന് ഒരു ഇൻ്റർവ്യൂ ഇല്ലാണ്ട് ഒരു ജോലി ആയിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പമായിരുന്നു, കാരണം പുള്ളിക്ക് ഇൻ്റർവ്യൂ ഒന്നും പാസ്സാകുന്നില്ല. അപ്പോൾ മാതാവ് തന്നെ അതിനൊരു അവസരം ഒരുക്കുകയും പുള്ളിക്ക് ആദ്യം കാഷ്വലായിട്ട് ടെമ്പററി ആയിട്ട് ഒരു ജോലിയിലേക്ക് മാതാവ് വളരെ വ്യക്തമായിട്ട് പുള്ളീനെ കയറ്റുകയും ആ പൊസിഷനിൽ തന്നെ പെർമനൻ്റ് ആക്കുകയും ചെയ്തു. അത് ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡിന് ആ ജോലി കിട്ടിയത്. പിന്നെ ഞങ്ങൾക്ക് 1-2 സ്ഥലത്ത് വീടുകളുണ്ടായിരുന്നു, അത് വിറ്റ് പോകാനുള്ള പ്രയാസമായിരുന്നു. ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ രണ്ട് വീടുകളും വിറ്റുപോയി. എല്ലാം ഇപ്പോൾ ഭംഗിയായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങൾ 2019 തൊട്ട് തന്നെ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. എല്ലാ ദിവസവും ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കുകയും ചെയ്യും. ഞങ്ങൾ ഇപ്സ്വിച്ച് എന്ന സ്ഥലത്ത് ആവേ മരിയ ചർച്ചിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ദിവ്യകാരുണ്യ പ്രദർശനം എന്നുള്ള ഹസ്ബൻഡിന് കൂടാനായിട്ട് ഒരവസരം ലഭിച്ചു. 10,000 ആളുകൾ ഇപ്സ്വിച്ചിൽ താമസിക്കുന്നുണ്ട്. അതിൽ 12 പേരാണ് അതൊരു വാഹനത്തിലാണ് പ്രദർശനം പോയത്. അതിലൊരാളായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ആ പള്ളിയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുകയും ഞങ്ങളുടെ ഹസ്ബൻഡ് അതിൽ പങ്കെടുക്കുകയും ചെയ്തു. അതുപോലെ ആവേ മരിയയുടെ നഴ്സസ് മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ മരിയം വാലി എന്നൊരു ഓസ്ട്രേലിയയിലൊരു സ്ഥലമാണ്. ഇവിടെ ഒക്ടോബറിൽ കൊന്തറാലി നടത്തുന്ന സമയത്ത് ഞങ്ങൾ അവിടെ കൊന്തറാലി നടത്താനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഇവിടെ കൊന്തറാലിക്ക് വരാനായിട്ട് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം സാധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ കൊന്തറാലി ഇവിടെ നിന്ന് ഞങ്ങൾ അർത്തുങ്കൽ വരെ ഞങ്ങൾ ഫാമിലി ആയിട്ട് 3 മണിക്കൂർ കൊന്തറാലി പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചു. ഞങ്ങൾ ബൈബിൾ വായന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും 2 പ്രാവശ്യം, ഞാനും ഹസ്ബൻഡും എൻ്റെ കൊച്ചും 2 പ്രാവശ്യം ബൈബിൾ വായിച്ച് ഇപ്പോൾ പൂർത്തിയാക്കി. ഞങ്ങൾ എല്ലാവരും 3ാമത്തെ പ്രാവശ്യമാണ് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, ഞങ്ങൾ നേർച്ച വസ്തുക്കൾ എല്ലാ ദിവസവും ഉപയോഗിക്കും. അതുപോലെ ഉടമ്പടി തൈലം കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലും എല്ലാ ദിവസവും. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മക്കൾക്ക് ഇപ്പോൾ അധികം പ്രശ്നങ്ങളില്ല. അല്ലെങ്കിൽ എല്ലാ ആഴ്ചകളിലും ഇവരെ ഹോസ്പിറ്റലിലേക്ക് കയറ്റും, പനി അങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നു. എല്ലാവരും ഈശോയുടെ നല്ല മക്കളായിട്ട് ജീവിക്കുന്നു. അതുപോലെ ഒരു വചനം പറയാനായിട്ട് ഞാൻ മറന്നുപോയി. എൻ്റെ ഇംഗ്ലീഷുകാരിയായിട്ടുള്ള പ്രശ്നത്തിൽ ഞാൻ എപ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എൻ്റെ ഭർത്താവിലൂടെ എനിക്ക് ഒരു പ്രത്യേക ഒരു സപ്പോർട്ട് തന്നു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിരുന്നു, നമ്മൾ നീതിക്ക് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത്, നിൻ്റെ ജോലി പോയാലും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നത് ആ വാർഡിലെ എല്ലാ സ്റ്റാഫുമാരെയും നീ സപ്പോർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് ബൈബിൾ തുറന്നുമ്പോൾ കിട്ടിയ വചനമാണ്, എനിക്കെതിരെ വരുന്ന ശത്രുക്കളെ അങ്കുലീയ ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ എന്ന വചനമാണ്. ഈ വചനം ഞാൻ എല്ലാ ദിവസവും ഉരുവിടുമായിരുന്നു ഞാൻ ആ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത്. പിന്നെ ഞങ്ങൾക്ക് മാതാവിൻ്റെ പ്രസൻസ് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് സുഗന്ധാഭിഷേകം എനിക്കും എൻ്റെ ഹസ്ബൻഡിനും, പിന്നെ അമലോത്ഭ മാതാവിൻ്റെ രൂപം ഞങ്ങളുടെ തിരിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. എനിക്ക് കൂടുതലും അഭിഷേകം ഉണ്ടായിട്ടുള്ളത് ഉടമ്പടി ധ്യാനം കൂടുമ്പോഴാണ്. ഉടമ്പടി ധ്യാനം ഞങ്ങൾ മുടക്കാറില്ല, ഒറ്റ ധ്യാനം പോലും ഇതുവരെ മുടക്കിയിട്ടില്ല. സാക്ഷ്യങ്ങളെല്ലാം ഞങ്ങൾ കൂടാറുണ്ട്, ജപമാലകൾ കൂടുതൽ ചെല്ലാറുണ്ട്. അമ്മയ്ക്കും തിരുകുമാരനും ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നതിന് നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 32:6-7 തിരുവചനങ്ങൾ. ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിനൊടുങ്ങിയാലും അതവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. രേഷ്മ ഫ്രാൻസിസ് എന്ന ഈ സഹോദരി, ജീവിത പങ്കാളി, 2 മക്കൾ, കുടുംബം ഒരുമിച്ച് വലിയ സന്തോഷത്തോടും നന്ദിയോടും കൂടി കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ
കുടുംബത്തിന് ലഭിച്ച ഏതാണ്ട് 11 അനുഗ്രഹങ്ങളെ നന്ദിയോടുകൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ വാക്കുകൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എത്ര കണ്ട് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയിൽ ഈ കുടുംബം ജീവിക്കുന്നുവെന്ന്, ജീവിതത്തിൻ്റെ ഓരോ അവസരങ്ങളിലും അമ്മ മാതാവിൻ്റെ തൃക്കരങ്ങളിൽ എത്ര വിനയത്തോടും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഓരോ നിയോഗത്തെയും സമർപ്പിക്കുന്നുവെന്ന് നമുക്ക് വ്യക്തമാണ്. അതോടൊപ്പം ഉടമ്പടിയിൽ ജീവിക്കുന്നവർ എല്ലാവരും വലിയ സന്തോഷത്തോടെ ഈ ആലയത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ജപമാല മാസത്തിൽ അഖണ്ഡ ജപമാല മഹാറാലിയിൽ പങ്കുചേരുന്നതിന്, അന്നുവരെ സാധിച്ചു കിട്ടാത്ത എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന്, സാധിച്ചു കിട്ടിയ നിയോഗങ്ങൾക്ക് നന്ദി പറയുന്നതിന്, ഏറ്റവും ത്യാഗത്തോടു കൂടിയുള്ള ഏതാണ്ടൊരു 14 കിലോമീറ്ററോളം ദൂരമുള്ള ഈ കൃപാസനം ആലയത്തിൽ നിന്നും അർത്തിങ്കൽ ദേവാലയ ബസിലിക്ക വരെയുള്ള ആ റാലിയിൽ ഈ കുടുംബം എത്ര സുന്ദരമായിട്ടാണ് സാക്ഷ്യപ്പെടുത്തുക. ആ സമയത്ത് ഞങ്ങൾക്കിവിടെ വരുവാൻ സാധിച്ചില്ലെങ്കിലും ഇന്നലെ ഞങ്ങളുടെ കുടുംബം ഒരുമിച്ച് ഇവിടെ കൃപാസനത്തിൽ നിന്നും അർത്തിങ്കൽ വരെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മ മാതാവിനോടുള്ള ആ നന്ദിയും സ്നേഹവും പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ തീർത്ഥാടനം നടത്തിയെന്ന്. കുടുംബത്തിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും എത്ര ശ്രദ്ധേയമായിരുന്നു. ജോലിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അമ്മ മാതാവ് ക്രമീകരിച്ചു കൊടുത്തു. ഒരു മാനേജർ പോസ്റ്റിൽ ജോലി ചെയ്യുമ്പോൾ ആ ദേശത്തുള്ള ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന കുറച്ച് പ്രയാസങ്ങൾ, അതിലൂടെ സഹപ്രവർത്തകർക്ക് സഹകരിച്ച് പോകുവാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടായ നാളുകളിൽ ആരും ഒരു ആക്ഷനും എടുക്കാതെ ഇങ്ങനെ 2 വർഷത്തോളമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് 3 ആഴ്ച 4 ആഴ്ചത്തേക്ക് കിട്ടിയ ഒരു താൽക്കാലിക നിയമനത്തിൽ സഹോദരി ആയിരുന്ന കാലയളവിൽ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും വിധം പരാതികൾ സ്വീകരിക്കുകയും പരാതികൾ ഫോർവേഡ് ചെയ്യുകയും അത് ആർക്കും ദോഷമില്ലാത്ത വിധത്തിൽ തെറ്റെന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ ഔദാര്യത്തോടുകൂടി മറ്റുള്ളവരുടെ ഇടപഴകി ആ വ്യക്തി മാറുവാൻ പറ്റുന്ന വിധത്തിൽ ആ വലിയൊരു പ്രശ്നത്തെ പരിഹരിക്കുവാൻ ദൈവം അമ്മ മാതാവ് മകളെ സഹായിച്ചതിൻ്റെ സാക്ഷ്യം വളരെ കാര്യമായിട്ട് മകൾ പങ്കുവച്ചു. ജോലി പോലും പോകുമെന്ന ഒരു അപകടാവസ്ഥയിലാണ് ധൈര്യത്തോടുകൂടി നീതിക്ക് വേണ്ടി മറ്റുള്ളവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി മകൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനം ആർക്കും പേറലേൽക്കാതെ നന്മ മാത്രം എല്ലാവർക്കും വരുത്തിക്കൊണ്ട് പരിണമിപ്പിച്ചതിനെ സൂചിപ്പിക്കുന്നത്. വീട്ടിലുണ്ടായ ഒരു നായ്ക്കുട്ടിയുടെ കാര്യവും സൂചിപ്പിക്കുന്നുണ്ട്. അതിനെ വിൽക്കുവാൻ മനസ്സില്ലാതെ പ്രാർത്ഥനയിൽ നിയോഗം വെക്കുമ്പോൾ അതിന് പറ്റുന്നൊരു ചേർന്ന ഇണയെ കൊടുത്തുകൊണ്ട് ആ പ്രയാസങ്ങളൊക്കെ മാറി കുടുംബത്തിന് വലിയൊരു ഭാരമായി കൊണ്ടു നടന്നത് ഇപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ അനുഭവമായി മാറിയത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ജീവിത പങ്കാളിയുടെ ജോലിക്ക് വേണ്ടിയുള്ള പല പരിശ്രമങ്ങൾ പരാജയപ്പെടുന്നു. ഇൻ്റർവ്യൂ ഇല്ലാതെ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താൽക്കാലികമായി കിട്ടിയ ജോലി സ്ഥിരം നിയമനമായി മാറുന്നതും കുടുംബം അതിൽ സുരക്ഷിതമായി മുന്നേറുന്നതിനെയും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആത്മീയ ജീവിതത്തിലുള്ള സ്ഥിരതയും പുരോഗതിയുമാണ് വിശുദ്ധ ഗ്രന്ഥം ഈ 3 പേരും ആ ദമ്പതികളും മൂത്ത മകനും 3 പേരും 2 തവണ വീതം വിശുദ്ധ ഗ്രന്ഥം വായിച്ചു തീർക്കുവാൻ സാധിച്ചുവെന്നത് ചെറിയൊരു കാര്യമല്ല. അത് ക്ഷമയും സ്ഥിരതയും ദൈവാശ്രയത്വത്തോടു കൂടിയുള്ള ദൈവവചന പാരായണം കൊണ്ട് മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. അത് നല്ലൊരു ആത്മീയതയുടെ അരമണിക്കൂർ വചനം വായിക്കണം എന്ന് അച്ഛൻ നമ്മളോട് നിർദ്ദേശിച്ചത് കൊണ്ട് വായിക്കുന്നതല്ല, മറിച്ച് ഈ വചനം ഇത് നമുക്ക് കരുത്ത് പകരുന്നതാണ്, ജീവിതത്തിന് വഴിതെളിക്കുന്നതാണ്, സങ്കടങ്ങളെ മാറ്റിത്തരുന്നതാണ്, നമ്മുടെ രോഗാവസ്ഥകൾക്ക് സൗഖ്യം പകരുന്നതാണ് എന്ന ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടി അത് വായിക്കുമ്പോഴാണ് തുടർച്ചയായി മണിക്കൂറുകൾ അതിൽ വായിച്ച് അത് മുന്നേറുവാനായിട്ട് സാധിക്കുന്നത്. സഹോദരി പറയുന്നുണ്ട്, സുഗന്ധാഭിഷേകം ലഭിക്കാറുണ്ട്, പ്രാർത്ഥന തിഷ്ടമായി ചെയ്യുവാൻ സാധിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പറഞ്ഞു 2 പേരുടെയും നാട്ടിലുള്ള വസ്തുക്കൾ വിൽക്കുന്നതിന് വേണ്ടി ഏറെ പരിശ്രമിച്ചിരുന്നു. ആദ്യമൊന്നും അത് നടക്കാതിരുന്നപ്പോൾ ഇവിടെ 2 ഇടങ്ങളിലും ഉപ്പ് വിതറി അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ 2 വസ്തുക്കളും വിറ്റുപോകുവാൻ സാധിച്ചതിനെക്കുറിച്ച്, വിദേശത്ത് അതുപോലെ തന്നെ ഒരു ഭവനം നിർമ്മിച്ചെടുക്കുവാൻ സ്വന്തമായി വാങ്ങുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൽ
വലിയ പണമുടക്കില്ലാതെ തന്നെ സുന്ദരമായൊരു ഭവനം സ്വന്തമാക്കുവാൻ സാധിച്ചതിനെക്കുറിച്ച്, കാറ് ചോർന്നൊലിക്കുന്ന അവസരത്തിൽ മറ്റൊന്നിനു വേണ്ടി ആഗ്രഹിച്ചപ്പോൾ അമ്മ മാതാവ് ഏറ്റവും നല്ലൊരു കാറ് മെഴ്സിഡസ് ബെൻസ് കുടുംബത്തിന് നൽകി സഹായിച്ച അനുഗ്രഹത്തെ അങ്ങനെ നമ്മൾ അടുക്കി എടുക്കുമ്പോൾ ഒന്നിനു പിറകെ ഒന്നായി അമ്മ മാതാവ് കൂടെ നടന്ന് ഓരോരോ കാര്യങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നതൊക്കെയും നിവർത്തിതമാക്കി കൊടുക്കുന്ന വലിയൊരു സന്തോഷാനുഭവമാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ പരിശുദ്ധമ്മയുമായിട്ട് ഇവർക്കുണ്ടെന്ന് അവരുടെ വാക്കുകളിൽ അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 3000-ഓളം പേരുള്ളൊരു ഇടവകയിൽ നിന്ന് 12 പേരുടെ ജപമാല പ്രദക്ഷിണത്തിൽ ഈ കുടുംബത്തിലെ നാഥനെ തിരഞ്ഞെടുക്കുവാനുണ്ടായ ഭാഗ്യത്തെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്കതൊരു അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ്. ഉടമ്പടിയിലായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവിക സംരക്ഷണയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ചേർത്ത് മുന്നോട്ട് ജീവിക്കുവാൻ വേണ്ടി തയ്യാറാവുക എന്നത് തന്നെയാണ്. നമ്മൾ വിനയപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും അമ്മ മാതാവിൻ്റെ തിരുഹിതമനുസരിച്ച് ജീവിതത്തെ ഒന്ന് മുന്നോട്ട് നയിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും സമയത്തിൻ്റെ പൂർണ്ണതയിൽ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് സന്തോഷവും സുസ്തുതിയും നൽകിക്കൊണ്ട് അമ്മ മാതാവ് തിരുക്കുമാരനിൽ നിന്നും നമുക്ക് ഓരോരുത്തർക്കും നിവർത്തിച്ചു തരും. നമുക്കതെപ്പോഴും അനുഗ്രഹമായിരിക്കും. ഈ കുടുംബത്തിന് ലഭിച്ച നിരവധിയായ ഈ അനുഗ്രഹങ്ങളെ കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദിയായി സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ അനുഗ്രഹിക്കണമേ എന്ന് അമ്മയോട് നമുക്ക് അപേക്ഷിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.